ഹലോ കൂട്ടുകാരെ, ഒരു അക്കൗണ്ടൻറ്റ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജി എസ് ടിയും, രണ്ട് ടി ഡി എസും എന്നുള്ളത്. അപ്പോൾ ജി എസ് ടിയുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ കൂടെ ടി ഡി എസും കൂടെ വന്നാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ടി ഡി എസ് എന്ന് ആദ്യം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ടി ഡി എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ടാക്സ് ആയിട്ട് ആ പേയ്മെൻറ്റിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം കൊടുക്കുന്ന ആൾ ആരാണോ പൈസ കൊടുക്കുന്നത് അയാൾ ആ എമൗണ്ടിൽ നിന്ന് പിടിക്കുന്നതാണ്. എന്നിട്ട് പിന്നീടത് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സർവീസോ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ പർച്ചേസ് ചെയ്തു. ആ ഗുഡ്സിൻ്റെ വില അല്ലെങ്കിൽ പ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് ടി ഡി എസിൻ്റെ ആക്റ്റിൽ വരുന്ന ഒന്നാണ്. ഞാൻ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഈ 50,000 രൂപയിൽ ഉദാഹരണമായിട്ട് ഒരു 2,000 രൂപ ടി ഡി എസിൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ ഈ 50,000 രൂപ ഞാൻ കൊടുക്കേണ്ടടുത്ത് ടി ഡി എസ് ആയിട്ട് 2,000 രൂപ പിടിച്ചതിന് ശേഷം 48,000 രൂപ ഞാൻ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അതാണ് ടി ഡി എസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നമ്മൾ എപ്പോഴാണോ പേയ്മെൻറ്റ് നടത്തുന്നത് ആ ടൈമിൽ നമ്മൾ ആ ഒരു എമൗണ്ട് പിടിച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ടാണ് പേയ്മെൻ്റ് ആയിട്ട് നടത്തുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.